ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് പ്രസാദ്. ഞാൻ ബ്രിസ്റ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ ലാൻഡ് ലോഡ്സും യു കെയിലുള്ള ലാൻഡ് ലോഡ്സും ടെനൻസും ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ റെൻഡേഴ്സ് റൈറ്റ്സ് ബില്ല്, അതായത് പുതിയ നിയമങ്ങൾ മാറ്റങ്ങൾ യു കെയിൽ വരാൻ ആണ് പോകുന്നത്. റെൻഡേഴ്സ് റൈറ്റ്സ് ബില്ല് വഴിയാണ് അത് വരുന്നത്. അതിൻ്റെ പല പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഏകദേശം ഒരു ഫോർത്ത് സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിലായിരുന്നു പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നത്. ഇനി ഹൗസ് ഓഫ് ലോർഡ്സിലാണ് അത് ഇനി നടക്കാനുള്ളത്. പിന്നെ കിങ്ങിൻ്റെ ഒപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ നമ്മൾ ലാൻഡ് ലോഡ്സും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻസിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്ത പേപ്പർ വർക്കുകൾ നമ്മൾ കംപ്ലൈൻറ്റ്സ് നമ്മൾ പ്രോപ്പർലി ആണോ ചെയ്തിരിക്കുന്ന എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പല പ്രശ്നത്തിൽ ചാടും. ഞാൻ പല വീഡിയോകളിലും നമ്മൾ ഈ കംപ്ലൈൻറ്റ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് പല കോളുകളും ലാസ്റ്റ് മൊമെൻറ്റിലാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് എന്നെ ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇരിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എന്നെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. വളരെ അടുത്തറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ പ്രശ്നത്തിൽ പെട്ടുകിടക്കുവാണ്. ഇപ്പോൾ ഡിപ്പോസിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 5 വീക്സ് ഡിപ്പോസിറ്റ് മേടിക്കുന്നതിന് പകരം 6 വീക്സ് മേടിച്ചു. അങ്ങനെ എല്ലാം കൂടി ടെനൻറ്റ് നേരെ പോയത് നോ വിൻ നോ ഫീ എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ്. 15,000 പൗണ്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഇൻവോയ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഞാൻ പല വീഡിയോകളും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും കണ്ടിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ യു കെയിൽ എവിടെയാണെങ്കിലും, എസ്പെഷ്യലി ഞാൻ ഇംഗ്ലണ്ടിനെയാണ് ബേസ് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ലാൻഡ് ലോഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ്സിന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഞാനൊരു ഏജൻസി പോലെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓൺലൈനിൽ ഞാൻ ഇരുന്ന് ചെയ്തു തരാം. നിങ്ങൾക്ക് ഒരു പുതിയ ടെനൻസ് വന്നു, അപ്പോൾ അവർക്ക് നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ആ പേപ്പർ വർക്കുകൾക്ക് ചെയ്തു തരാൻ റെഡിയാണ്. പിന്നെ പല പല മാറ്റങ്ങളാണ് ഇത് റെൻഡേഴ്സ് റൈറ്റ്സ് ബില്ല് വഴി വരാൻ പോകുന്നത്. പല കാര്യങ്ങൾക്കും ഈ സെക്ഷൻ 21 ഇതൊക്കെ ചർച്ചയിലുണ്ട്. പിന്നെ അതുപോലെ രജിസ്ട്രേഷനും പല ഒത്തിരിയും കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അപ്പോൾ അത് നമ്മൾ ക്യാച്ചപ്പ് ആകണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ റെഡി ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലെറ്റർ ബോക്സിൽ കൂടെ ഒരു ബില്ല് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, നമ്മളിത് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് ലോഡ്സ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ടെനൻസും അവരുടെ പേപ്പർ വർക്കുകളെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ. ഒരു ലാൻഡ് ലോഡും അന്യായമായിട്ട് അവരുടെ നിന്ന് പൈസ മേടിക്കാൻ പാടില്ല. നിയമപരമായിട്ടുള്ള രീതിയിൽ പൈസ മേടിക്കാനും ഡിഡക്റ്റ് ചെയ്യാനും ഒരു നിയമമുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ആയാലും അത് TDS വഴി, അതിൻ്റെ റെസൊല്യൂഷൻ സെൻറ്റർ വഴിയാണ് അത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പല നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ന്യായമായ രീതിയിൽ ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.